വേദനിക്കാൻ തയ്യാറാണോ? ആണോ? ഞങ്ങൾ വേദനിച്ചമായി വേദനിക്കേണ്ടി വരുമോ? ഇത് പറഞ്ഞത് ഞാൻ അവിടെ പറയാറില്ല. ഇത് പറയാനുള്ള കാരണം ഇത് നിങ്ങൾക്ക് ഈ ചരിത്രം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇന്ന് വരുന്ന ആൾക്ക് ഇതിന്റെ ബാക്കപ്പ് ഒന്നും അറിയില്ലേ. എവിടുന്ന് വന്നു, എങ്ങോട്ട് പോകുന്നു. ആർസിഎമ്മിന്റെ ഉപജ്ഞാതാവ് TC ചാമരാജ എന്ന മനുഷ്യനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതേ ഒരു മനുഷ്യ രൂപമാണെങ്കിൽ ഞാൻ പറയുന്നു സംതിങ് അല്ലേ, സം ഓർഡിനറി അല്ലേ, ഇതൊരു എക്സ്ട്രാ ഓർഡിനറി പോസ്റ്റ് ആണ് അല്ലേ, ആണല്ലേ? അദ്ദേഹത്തിന്റെ മനസ്സിൽ 2000 ഓഗസ്റ്റ് മാസത്തിൽ അതിന് മുന്നേ വന്ന ആശയം എന്ന ആശയം കൊണ്ട് ഞാൻ 2.5 ലക്ഷം മേടിക്കുന്നുണ്ടെങ്കിൽ, എന്റെ വൈഫ് 1.25 മേടിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ സാക്ഷാൽ ഡയമണ്ട് സ്റ്റാർ ഡയമണ്ട് രവി ഓഫീസർ അറൗണ്ട് 70 lakhs മേടിക്കുന്നുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ മനസ്സിൽ വന്ന ഒരു ആശയം എന്റെ ആശയം. അങ്ങനെ എത്ര ലക്ഷം ആളുകൾ നാസിൽ വരുമാനം മേടിക്കുന്നുണ്ടാവും ഒരു മാസം? എങ്ങനെ? വിത്തൗട്ട് ഇൻവെസ്റ്റ്മെന്റ്. ഒരു നയാ പൈസ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെയാണ് നമ്മൾ നേടിയെടുക്കുന്നത് സാർ. അപ്പൊ ഒരു സിംഗിൾ പൈസ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെ ഇത്രയും നേടിയെടുക്കണമെങ്കിൽ അതിന് അതിൻ്റെതായ രീതിയിലുള്ള പ്രവർത്തനം ഉണ്ടായിരിക്കണം. അത്ര ഈസിയല്ല. പക്ഷെ ഇപ്പൊ കുറച്ച് ഈസിയാണ്. കാരണം എന്താ, ഇപ്പൊ ആസിം നന്നായിട്ട് വളർന്നു വലുതായിട്ടുണ്ട്. ഞാൻ പറയുന്നത് ആർസിഎമ്മില് നിങ്ങൾക്ക് സക്സസ് ആകണമെങ്കിൽ ആളുകള് ആർസിഎമ്മിനെ നന്നായിട്ട് മനസ്സിലാക്കണമെന്ന് ഞാൻ പറയും. മനസ്സിലാക്കണം. ചില ആളുകളുടെ മനസ്സിൽ ആർസിഎമ്മുണ്ട്, എല്ലാവരുടെ മനസ്സിൽ ആർസിഎമ്മുണ്ട്. പക്ഷേ ചില ആളുടെ മനസ്സിൽ ഇച്ചിരി ആർസിഎമ്മുള്ളൂ, ഇച്ചിരി. ചില ആളുടെ മനസ്സിൽ കുറച്ചും കൂടെ ഉണ്ടാവും, ചില ആളുടെ മനസ്സിൽ കുറച്ചും കൂടി ഉണ്ടാവും. പക്ഷേ എന്നെ പോലെ രാജസ്ഥാനിലെ ഈ മുന്നിരിക്കുന്ന ആൾക്കാരെ തലക്കെ ഈ മനസ്സാണെങ്കിൽ ഇത് നിറച്ചു ആശയമാണ്. ഇത് നിറച്ചു ആശയമാണ്. ഇതെന്ന് നിങ്ങൾക്ക് നിറയ്ക്കാൻ വേണ്ടി പറ്റുമോ, ഈ മനസ്സ് മൊത്തം ആശയം നിറയ്ക്കാൻ വേണ്ടി പറ്റുമോ, അന്ന് നിങ്ങളുടെ സക്സസ് ആരംഭിക്കും. ഞാൻ നിറയ്ക്കാൻ തുടങ്ങി, നന്നായി നിറയ്ക്കാൻ തുടങ്ങി. പണ്ട് കാലത്ത് ആർസിൽ വരുന്നതിന് മുന്നേ ഞാൻ എല്ലാ കല്യാണത്തിനും പോകുമായിരുന്നു. ഒരാഴ്ച അവിടെ വെണ്ണീരുമായിട്ട് വരാറുണ്ടായിരുന്നു. പക്ഷെ ആർസിയെ മനസ്സിലായ മുതൽ ഞാൻ ഒരു കല്യാണത്തിന് പോയിട്ടില്ല. എന്റെ ഭാര്യ വീട്ടിലെ കല്യാണത്തിന് ഞാൻ പോയിട്ടില്ല. ആർസിയിലൂടെ എനിക്ക് ആവശ്യമുള്ളത് നേടിയെടുക്കാൻ പറ്റുമെന്ന് തോന്നിയ നിമിഷം മുതൽ ഞാൻ എന്റെ ലൈഫിൽ ഏറ്റവും പ്രയോറിറ്റി കൊടുത്തത് ആർസിഎമ്മിനാണ് കൊടുത്തത്. ഒരു പളുങ്ക് പാത്രത്തിൽ വെച്ചിരിക്കുക ആർസിഎം, ഒരു പളുങ്ക് പാത്രം. അതിന് താഴെയാണ് എന്റെ അമ്മയായിക്കോട്ടെ, എന്റെ അച്ഛനായിക്കോട്ടെ, എനിക്ക് ജന്മം നൽകിയ എന്റെ അമ്മയും അച്ഛനും എന്റെ ഭാര്യ എന്റെ മക്കളും ആ പളുങ്ക് പാത്രം താഴെയാണ് വരുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയോ? അമ്മയ്ക്ക് അച്ഛനും എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും പ്രാധാന്യമില്ലായിട്ടല്ല, അവരെനിക്ക് ഇഷ്ടമല്ലായിട്ടല്ല, അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെങ്കിൽ എനിക്ക് പണം വേണ്ടിയിരുന്നു. ആ പണം യഥേഷ്ടം ആര് തരുന്നുണ്ട്? ആർസിഎം തരുന്നുണ്ട്. അതുകൊണ്ട് അതിനെ ഏറ്റവും മേലെ വെച്ചിരിക്കുന്നത്, ആ പളുങ്ക് പാത്രം സൂക്ഷിച്ചിരിക്കുന്നത്. അങ്ങനെ കാണാൻ പറ്റണം നിങ്ങൾക്ക് ആർസിഎമ്മിനെ. ഈ ജീവിതത്തില് നേടണം. ഞാൻ ആർസിഎം വരുമ്പോൾ വട്ടപൂജ്യമായിരുന്നു, ബിഗ് സീറോ. ഹേമന്ത്കുമാറിന് 3 ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നു, 0 ബാലൻസ്. 3 ബാങ്ക് അക്കൗണ്ട്. ആ 3 ബാങ്ക് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. 3ലും തിരക്കേടില്ലാത്ത ബാലൻസ് ഇപ്പൊ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോ
എനിക്ക് ആശ്രയം തന്ന ഒന്നാമത്തെ കാര്യം എനിക്ക് കിട്ടിയ കാര്യം പറയാം. ഒന്നാമത് എന്താണ്? പേഴ്സണാലിറ്റി. എനിക്ക് മരക്ക് എഴുതാൻ പറ്റില്ല കേട്ടോ, അറിയില്ല. റൂബി ആവാൻ പറ്റും. എഴുത്തും വായനവും പ്രശ്നമാക്കണ്ട. പേഴ്സണാലിറ്റി വലിയ മാറ്റങ്ങൾ വന്നു. ഞാൻ പറഞ്ഞ ആർട്സിൽ വരുന്നതിന് മുന്നേ എനിക്കെന്താ അറിയില്ല, സംസാരിക്കാൻ അറിയില്ല, ആളുകൾ ഇടപെടാൻ അറിയത്തില്ല, ഡ്രസ്സിംഗ് കോഡൊന്നും എനിക്ക് അറിയില്ല, ഒന്നും അറിയില്ല. ഇന്ന് ഈ രൂപത്തിൽ എന്നെ ആർട്സ് മാറ്റി. അപ്പൊ ആർട്സിന്റെ മീറ്റിംഗിന് വന്നപ്പോൾ ഞാൻ ഏറ്റവും ബാക്ക് ബെഞ്ചിലായിരുന്നു. ഇപ്പൊ സുന്ദർസായിരിക്കുന്നില്ലേ, അങ്ങനെ ഏറ്റവും ബാക്ക് ബെഞ്ചിൽ ഞാൻ ഇരിക്കത്തുള്ളൂ. കാരണം എന്താ, മുന്നോട്ട് കയറിയുള്ള ധൈര്യം എനിക്കില്ല. പക്ഷെ ഓരോ മീറ്റിംഗ് കേൾക്കുമ്പോഴും എന്റെ ഉള്ളിൽ ഇങ്ങനെ ഓരോ ആഗ്രഹം ഇങ്ങനെ മുളപൊട്ടാൻ തുടങ്ങി. ആ ആഗ്രഹങ്ങളുടെ ശക്തി വർദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ ഓട്ടോമാറ്റിക്കലി ഞാൻ ഓരോ പടിയും കയറി ഇവിടെ വരെ എത്തി. ഇപ്പോൾ ഞാൻ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. തുടക്കം വായിക്കുന്നതായിരുന്നു. അത് എന്റെ ആഗ്രഹങ്ങളാണ് എന്നെ മുന്നോട്ട് നടത്തിയത്. എന്റെ ആഗ്രഹങ്ങളാണ് എന്നെ മുന്നോട്ടേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ നടന്നെത്തി ഇന്ന് സ്റ്റേജിലെത്തി. പേഴ്സണാലിറ്റി വലിയ മാറ്റങ്ങൾ. ഞാൻ എവിടെയും ഒരു ക്ലാസ് പോയി അറ്റൻഡ് ചെയ്ത് പഠിച്ചിട്ടില്ല. എന്നെ ആർട്സ് മീറ്റിംഗ് ആണ് പഠിപ്പിച്ചത്. ആർട്സ് ലീഡേഴ്സ് ആണ് എന്നെ ഈ രീതിയിൽ മോൾഡ് ചെയ്തെടുത്തിരിക്കുന്നത്. ഒരു യൂണിവേഴ്സിറ്റി പോയി ഹേമന്ത്കുമാർ ഈ പേഴ്സണാലിറ്റിയെ പറ്റി സംസാരിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല, ഒരു 10 ദിവസം കൊടുത്തിട്ടില്ല. സാർ നേരത്തെ പറഞ്ഞു എനിക്ക് സംസാരിക്കാൻ അറിയണ്ടായിരുന്നില്ല, ഞാൻ ഭയന്നു പോയാളാ മൈക്കെടുത്തിട്ട്. പക്ഷെ എന്റെ ഉള്ളിലെ ആഗ്രഹം എന്നെ സംസാരിപ്പിച്ചു. പേഴ്സണാലിറ്റിയിൽ വലിയ മാറ്റങ്ങൾ. ഒരു സാധാരണക്കാരനെ അസാധാരണക്കാരുടെ ആശയം മാറ്റും. അത് സത്യമാണ്, ഒരു സംശയവും വേണം. രണ്ടാമത്തെ കാര്യം, എന്നോട് എന്റെ ലീഡർമാര് പറഞ്ഞു, ഹേമന്ത് ഇഷ്ടം പോലെ പണം കിട്ടുന്നുണ്ട്, പണം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഒരിക്കൽ ലീഡർ പറഞ്ഞു, നിങ്ങളൊരു നദിക്കരയിൽ ഒരു പമ്പ് കൊണ്ടുവച്ചാൽ, ഒരു വെള്ളം അടിക്കുന്ന പമ്പ് കൊണ്ടുവച്ചാൽ ആ പമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ വെള്ളം വരാൻ തോന്നില്ലേ, അത് ഓഫ് ചെയ്താലേ നിൽക്കത്തുള്ളൂ. അതിങ്ങനെ വരും പോലെ നിന്റെ അക്കൗണ്ടിലേക്ക് പണം വരുമെന്ന് എന്നോട് പറഞ്ഞു ലീഡർ. എന്റെ ആദ്യത്തെ വരുമാനം 600 ചില്ലാൻ രൂപയായിരുന്നു. ഫസ്റ്റ് ഇൻകം. ജോലി രാജിവെച്ചു വന്നിട്ടുള്ള വരുമാനമാണ്. പക്ഷേ ഈ 600 രൂപ വന്നപ്പോൾ ആർട്സ് നിർത്തി പോകാൻ ധാരാളം മതിയായിരുന്നു. പക്ഷെ ഞാനൊരു പോസിറ്റീവ് ചിന്താഗതിക്കാരനാണ്. ഞാൻ 600-നെ 6000 ആക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. എന്റെ ലീഡറോട് ചോദിച്ചു. അവർ പല വഴികൾ പറഞ്ഞു തന്നു. അങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങിയത് 6000 മാറി. വീണ്ടും ഞാൻ എന്റെ ലീഡറോട് ചോദിച്ചു, 6000 വന്നിട്ടുണ്ട്, ഇത് 60,000 ആക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? യെസ്, ഉണ്ടല്ലോ. ഇരിക്കാൻ വേണ്ടി പറഞ്ഞു, കണക്ക് കൂട്ടി കാര്യം പറഞ്ഞു, ഇന്ന മാതിരി ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ 60,000 വന്നു എന്റെ അക്കൗണ്ടിലേക്ക്. 600 തുടങ്ങിയതാ. പിന്നെ വീണ്ടും ലീഡറോട് ചോദിച്ചു, 6 ലക്ഷം ആക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിച്ചു. പിന്നെ അതിനെ മാർഗമുള്ളൂ, നീ ഒരു കാര്യം ചെയ്യണം, പെട്ടി നോക്കി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണം. പെട്ടി നോക്കി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണം. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ വീട്ടിൽ ഭാര്യയും മക്കളും മാത്രമല്ലേ ഉള്ളൂ സാറേ, അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. നിനക്ക് രക്ഷപ്പെടണോ, നിനക്ക് സമ്പന്നമാകണോ, അങ്ങനെയാണെങ്കിൽ ഇറങ്ങേണ്ടത്. യെസ്, എന്റെ ലീഡർ പറഞ്ഞു. ഞാൻ ഇറങ്ങാൻ തീരുമാനിച്ചു. ഞാൻ ജോലി കിട്ടി, കോഴിക്കോട്ടുകാരനാണ്, ജോലി കിട്ടി എറണാകുളത്ത് വന്നിരിക്കുകയാണ്. ഒരു കൊച്ചു വീട് വാങ്ങിച്ചാൽ താമസിക്കുകയാണ്. ഞാനും ഉണ്ട്, എന്റെ ഭാര്യ, 2 മക്കളുണ്ട്. അവൾക്ക് എറണാകുളം പരിചയമില്ല, കൊച്ചു കുട്ടികളാണ്. ഞാനില്ലാതെ വീടിന്റെ പുറത്തോട്ടേക്ക് ഇറങ്ങത്തില്ല. പക്ഷെ എന്നോട് ലീഡർ പറഞ്ഞു, സമ്പന്നനാകണോ, ആർട്സിൽ സക്സസ് ആകണോ, നീ പുറത്തോട്ട് ഇറങ്ങണം. ഞാൻ രാത്രി പെട്ടിയുമായി ഇറങ്ങുമ്പോൾ എന്റെ ഭാര്യ എന്നെ തടഞ്ഞു നിർത്തും. എന്നോട് പറയും, എന്നെ തനിച്ചാക്കി പോകണ്ട. പക്ഷെ ഞാൻ അത് മൈൻഡ് ചെയ്തില്ല. എനിക്ക് രക്ഷപ്പെടണമായിരുന്നു. കാരണം ഞാൻ ദരിദ്രനായി ജനിച്ച വ്യക്തിയായിരുന്നു. എനിക്ക് സമ്പന്നനാകാൻ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു.
ഞാൻ എന്റെ ഭാര്യയെ ഞാൻ ചെവിക്കൊണ്ടില്ല. ഞാൻ പോയി ദിവസങ്ങളോളം വീട്ടിൽ നിന്ന് മാറി നിന്നു. ഞാനും വിഷമിക്കുന്നുണ്ട്, അവരും വിഷമിക്കുന്നുണ്ട്. പക്ഷേ ആ വിഷമത്തിന്റെ പരിണത ഫലം എന്റെ ഭാര്യയുടെ വിഷമമില്ല. കാരണം എന്റെ ഭാര്യന്റെ അക്കൗണ്ടിലേക്ക് 1.25 ലക്ഷം വരുന്നുണ്ട്. അന്ന് എന്റെ ഭാര്യയുടെ കണ്ണീര് കണ്ട് ഹേമന്ത് കുമാർ പോയിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ റൂബിയാകില്ല, ഞാൻ ആസിയോട് ചുക്കു ആകത്തില്ല, ഞാൻ ആ ഗവൺമെന്റ് ജോലിയായിട്ട് ചുമ്മാ ഇരിക്കുന്നതാണ്. ഇപ്പൊ ഒന്നും നഷ്ടപ്പെടുത്താൻ വയ്യെന്നേ. എന്തെങ്കിലും നഷ്ടപ്പെടുത്തിയവരെ എന്തെങ്കിലുമൊക്കെ നേടി. അങ്ങനെ യാത്ര തുടർന്നു. 6 ലക്ഷത്തിലേക്കുള്ള യാത്രയാണ്. എവിടെ എത്തി നിൽക്കുന്നു? 2.5 ലക്ഷത്തിൽ എത്തി നിൽക്കുകയാണ്. ഇനി അടുത്ത എത്രയിലേക്ക് എത്തും? അടുത്ത പ്രൊമോഷൻ 4 ലക്ഷത്തിലേക്കാണ് യാത്ര. 4 lakhs കിട്ടുമോ? അപ്പോ അങ്ങനെ വന്നു. അങ്ങനെ വന്നപ്പോൾ പൈസ വരാൻ തുടങ്ങി. അപ്പൊ എന്നോട് പറഞ്ഞിരുന്നു, നിനക്ക് വലിയ വീടൊക്കെ വെക്കാൻ വേണ്ടി പറ്റും, കാർ വാങ്ങിക്കാൻ വേണ്ടി പറ്റും. ആര് പറഞ്ഞു? എന്റെ ലീഡേഴ്സ് പറഞ്ഞു. അങ്ങനെ ചെറിയ വരുമാനം വരാൻ തുടങ്ങിയപ്പോഴാണ് ഞാനൊരു മാരുതി 800 സെക്കൻഡ് ഹാൻഡ് കാർ മേടിച്ചു. എറണാകുളത്ത് പോപ്പുലറിൽ പോയിട്ട് ആ യൂസ്ഡ് കാർ ഒരു സെക്കൻഡ് കാർ മേടിച്ചു. കാർ എടുക്കും, കാർ സാധനം നിറയ്ക്കും, എങ്ങനെ ഓടലാണ്. 60,000 കിലോമീറ്റർ ഞാൻ ആ കാറിൽ സഞ്ചരിച്ചു. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ വേണം പറയാം. അങ്ങോട്ട് ഹൈറേഞ്ചിലേക്ക് പോയാൽ നമുക്ക് കാന്തല്ലൂർ വരെ പോയിട്ടുണ്ട്. ഇങ്ങനെ കാറിൽ സാധനമായിട്ട് ഇങ്ങനെ പോവായിരുന്നു. എത്ര കിലോമീറ്റർ സഞ്ചരിച്ചു? 60,000. അങ്ങനെ വന്ന് ചെയ്തപ്പോൾ എന്ത് കിട്ടി? വരുമാനം കൂടാൻ തുടങ്ങി. അപ്പോൾ എനിക്കൊരു പുതിയ കാർ വാങ്ങിക്കാൻ തോന്നി. അങ്ങനെ ഞാൻ ഒരു പുത്തൻ i20 കാർ പോയി എടുത്തു, എടപ്പള്ളിയിൽ പോയിട്ട്. ആ i20 കാർ ഡീസൽ കാർ, ഇത് പെട്രോൾ ഡീസൽ കാറാണ്. ഇത് 1,15,000 കിലോമീറ്റർ ഞാൻ ഓടിച്ചു. അപ്പോൾ എനിക്ക് പണം വീണ്ടും വരാൻ തുടങ്ങി, ആഗ്രഹം കൂടാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഈ കാർ കൊടുത്ത് ഒരു ബ്രസ പുത്തൻ കാർ എടുത്തു. അന്ന് 12 ലക്ഷം കൊടുത്തിട്ട് ആ കാർ ഇപ്പോൾ 1,75,000 കിലോമീറ്റർ ഓടിച്ചു. മൊത്തം എത്ര ലക്ഷം കിലോമീറ്ററായി? 3,50,000 കിലോമീറ്റർ. ഇപ്പോൾ കാറ് വീട്ടിലിട്ട് ഞാൻ കോഴിക്കോട് താമസം മാറ്റിയപ്പോൾ ഇപ്പൊ എന്റെ യാത്ര മൊത്തം കഴിയുന്നതും വന്ദേ ഭാരതിലാണ്. മിക്കവാറും ഞാനിപ്പോ എടുക്കുന്നത് AC ഫസ്റ്റ് ക്ലാസ് ആണ്. AC ഫസ്റ്റ് ക്ലാസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ട്. AC ഫസ്റ്റ് ക്ലാസ് നല്ല സുഖ, ഭയങ്കര VIP ട്രീറ്റ്മെന്റ് ഒക്കെ കിട്ടും. ഈ രീതിയിലേക്ക് ആര് മാറ്റി? RCM എന്ന സംഭവം എന്നെ മാറ്റി. അപ്പോ എന്ത് സംഭവിച്ചു? ഇത്രയും കിലോമീറ്റർ ഓടി. ഈ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ക്രേസാണ്. ഡ്രൈവിംഗ് സീറ്റിൽ കയറിയപ്പോൾ ഞാൻ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് മാറും. എത്ര കിലോമീറ്റർ ഞാൻ ഓടിക്കും, ഒരു ക്ഷീണവും ഇല്ല. ഭയങ്കര രസമാണ്. ഇഷ്ടമുള്ള കാര്യം ഇഷ്ടത്തോടെ ചെയ്യാൻ ഇവിടെ പറ്റും. അപ്പൊ ഞാൻ ദരിദ്രനായിട്ട് ജനിച്ച ആളാണ്. അത് മുഴുവൻ പറയുന്നത് പക്ക ദരിദ്രമാണ്. അങ്ങനെ എനിക്ക് വലിയ വീടുകൾ ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനെ വലിയ വീട് ആഗ്രഹമായിരുന്നു. ആരെയും സപ്പോർട്ട് ഇല്ലാതെ സ്വന്തം അധ്വാനം കൊണ്ട് ഒരു വീട് ഉണ്ടാക്കണം. ഞാൻ സാറിന്റെ വീട്ടിൽ പോയി താമസിച്ചിട്ടുണ്ട്. അങ്ങനെ എന്റെ മനസ്സിലൊരു വീടുണ്ടായിരുന്നു. അങ്ങനെ കോഴിക്കോട് ജില്ലയിൽ എന്റെ പ്രവാനെടുത്ത് 14 സെന്റ് സ്ഥലം മേടിച്ചു. 8 ലക്ഷം രൂപ കൊടുത്ത് സെന്റിന്. എന്റെ ആഗ്രഹത്തിലെ വീട് വരച്ചു നോക്കിയപ്പോൾ 2,998 സ്ക്വയർ ഫീറ്റ് വീടുണ്ട്. എന്റെ ആഗ്രഹത്തിലെ വീട്
3000% ലക്ഷറി ടാക്സിൽ പോകും. അങ്ങനെ ആ ഏകദേശം 3000 സ്ക്വയർ ഫീറ്റ് വരുന്ന അടിപൊളി വീട് എന്റെ ഇഷ്ടത്തിൽ ഞാൻ ഉണ്ടാക്കി. ആരുടെ പൈസ എന്നറിയോ? എവിടെ തുടങ്ങിയാന്നറിയോ? ഇതിന് കാരണം എന്താണെന്നറിയോ? കാരണം 1320 രൂപയായിരുന്നു. അതിനുള്ള ബാങ്ക് ഫീസ് ആയിരുന്നു. അപ്പൊ ആസിഫ് എനിക്ക് എന്ത് തന്നു? ധാരാളം പണം തരാൻ തുടങ്ങി. കാറുകൾ മാറി മാറി ഉപയോഗിക്കുന്ന അവസരം തന്നു. എന്റെ സ്വപ്നത്തിലെ ഞാൻ ആഗ്രഹിച്ചൊരു വീട് നിർമ്മിക്കാൻ സാധിച്ചു. എന്റെ വീടിന് ഭയങ്കര മുറ്റമാണ്. എനിക്ക് ആഗ്രഹമായിട്ട് വലിയ മുറ്റം വേണം, വലിയ പോർച്ച് വേണം. അപ്പൊ എന്റെ കസിൻസ് ഒക്കെ വരുമ്പോൾ ചോദിക്കും, ഇത്രയും വലിയ മുറ്റം ഇപ്പൊ അവിടെ ഉണ്ടാവാറില്ലല്ലോ, എന്തിനാ ഇത്രയും വലിയ മുറ്റം ഉണ്ടാക്കുന്നത്? ഇത് അടിച്ചു പറയാൻ വലിയ ബുദ്ധിമുട്ടല്ലേ? ഞാൻ പറഞ്ഞു, ഞാൻ ഫ്യൂച്ചർ പ്ലാനിങ്ങിലാണ് ചേട്ടാ. അതെന്താ ഫ്യൂച്ചർ പ്ലാനിങ്? വരും കാലം എന്റെ മുറ്റത്ത് 3-4 കാറുകൾ കിടക്കാനുണ്ടാവും. അതിന് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. എനിക്കറിയാം എന്റെ വീട്ടിൽ 3-4 കാറുകൾ വരും. അത് മാത്രമല്ല, ആർസിയിലെ പല ലീഡേഴ്സും വലിയ വലിയ കാറുമായി എന്റെ വീട്ടിലേക്ക് വരില്ലേ? അപ്പൊ ബാക്കിയുണ്ട്. അപ്പൊ വീടായി, കാറായി, പണമായി. പിന്നെ ലീഡേഴ്സ് പറഞ്ഞു, നിനക്ക് വിദേശ യാത്ര പോകാം. ഞാൻ കൂടുതലടിക്കാന്ന് വരും. നമ്മളെ പറഞ്ഞ് കേൾച്ചല്ലേ പറയും, നമ്മൾ ഓടണമല്ലോ, വീട് ഇറങ്ങിയല്ലേ. പക്ഷെ വിദേശ യാത്രയിൽ പോയി. ഞാനും ഭാര്യയും ഈ കൂട്ടത്തില് കുറെ ആൾക്കാരുണ്ട്. തായ്ലാന്റിലൊക്കെ പോയി ലോകത്തിലെ ഏറ്റവും വലിയ ഹോട്ടൽ മാരിയറ്റിന്റെ ഹോട്ടലിൽ താമസിച്ചു, അടിച്ചു പൊളിച്ചു വന്നു. പിന്നെ പോകാൻ സാഹചര്യം പോയില്ല. അപ്പൊ വിദേശ യാത്രയായി. അപ്പൊ ആർസിൽ വന്നപ്പോൾ എന്തൊക്കെ സംഭവിച്ചു? ആഗ്രഹിച്ചതിന്റെ ഒരു 90% എന്റെ ലൈഫിൽ സാധ്യമായി. 10% ബാക്കിയുള്ളൂ. അത് ഞാൻ കംപ്ലീറ്റ് ചെയ്യും. ദൈവം ആയുസ് എന്താ തന്നിട്ടുണ്ടെങ്കിൽ, ആരോഗ്യം തന്നെ അത് കംപ്ലീറ്റ് ചെയ്യും. പക്ഷെ ഇതിലേക്ക് എന്ത് വേണം? ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ആർസിഎമ്മില് വിജയിക്കണമെങ്കിൽ, നേരത്തെ ആരോ പറയുന്നത് കേട്ടു, ഡ്രീം വേണം. വെറും ഡ്രീം പോരാ, ബേണിംഗ് ഡിസയർ. ആ ഡ്രീമുമായി നിങ്ങൾ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരിക്കണം. ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്ന് ആ ഡ്രീം ആയിരിക്കും നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നത്. എപ്പം വരെ? നിങ്ങളുടെ സക്സസ് ആകുന്നത് വരെ ആ ഡ്രീം നിങ്ങളെ ഡ്രൈവ് ചെയ്യണം. ഡ്രീം ഡ്രൈവ് ചെയ്യണം. ആ രൂപത്തിലേക്ക് നമ്മളെ മാറ്റി ആരെടുക്കണം? നമ്മൾ തന്നെ മാറ്റിയെടുക്കണം. രാജേഷ് സാറിനും ഗിരീഷ് സാറിനും നോബിൾ സാറിനൊക്കെ പറഞ്ഞു തരാനേ പറ്റത്തുള്ളൂ. നിങ്ങളെ മോൾഡ് ചെയ്യാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. നിങ്ങൾ മോൾഡ് ചെയ്യണം. നിങ്ങൾ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമായിട്ട് നിങ്ങളെ മോൾഡ് ചെയ്യണം. ഇത്രയും സുന്ദരമായ സംവിധാനം ഈ ലോകത്ത് വേറെ ഉണ്ടോ എന്ന് ചിന്തിച്ചു നോക്കൂ. ആർസിഎം ഒരിക്കലും പണമല്ല തരുന്നത്. പറഞ്ഞു റിലേഷൻഷിപ്പ്. ഞാൻ എത്രയോ ദിവസം രാജസ്ഥാനിൽ വീട്ടിൽ പോയി താമസിച്ചിട്ടുണ്ട്. എത്രയോ ബന്ധങ്ങൾ എന്റെ ടീമിൽ